നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും പരിക്ക്. ബ്രസീൽ ടീമിൽ വീണ്ടും മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നു കോച്ച് ഡൊറിവാൾ ജൂനിയറിന്. ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനിനെതിരെയുമാണ് ബ്രസീലിൻ്റെ ഈ മാസത്തെ മത്സരങ്ങൾ. വരുന്ന ശനിയാഴ്ചയാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനുള്ളത്. അതിനുവേണ്ടി ടീം ലണ്ടനിൽ ഇപ്പോൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ളവർ സ്ക്വാഡിനൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പക്ഷേ ബ്രസീൽ ടീമിൽ നിന്ന് മറ്റൊരു താരം കൂടി പുറത്തേക്ക്, ഗബ്രിയേൽ മഗല്ലസ് പുറത്താവുകയാണ്. അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ പരിക്കായതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണെന്ന് CBF ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ആഴ്സണലിൻ്റെ മറ്റൊരു താരം ഗബ്രിയേൽ മാർട്ടിനെല്ലി പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ മറ്റൊരു സെൻറ്റർ ബാക്ക് മാർക്കിഞ്ഞോസ്, PSG മാർക്കിഞ്ഞോസ് പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്ന് പുറത്തായിരുന്നു. ഇപ്പോൾ മഗല്ലസ് കൂടി പുറത്താകുന്നു, ഗബ്രിയേൽ മഗല്ലസ് കൂടി പുറത്താകുന്നു. പകരം യുവൻറ്റസിൻ്റെ ബ്രെമറെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ബ്രെമർ ഇതിനു മുമ്പേ അവസരം അർഹിച്ചിരുന്നു എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല കോച്ച്. ഏതായാലും ഗബ്രിയേൽ മഗല്ലസിന് പരിക്ക് പറ്റി ഈ ഘട്ടത്തിൽ ബ്രെമറെയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രസീൽ ടീമിന് അപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ഇപ്പോൾ ബെൻഡോ, അത്ലറ്റിക്കോ പാരനീസിൻ്റെ ബെൻഡോ, വാസ്കോയുടെ ലിയോ ജാഡിം, സാവോ പോളോയുടെ റഫേൽ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. അതായത് ഗോൾ കീപ്പിങ്ങിൽ തന്നെ പരിക്ക് കൊണ്ട് എഡേഴ്സൺ മോറസ് പുറത്തായി. സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പരിക്കേറ്റിരുന്ന ആലിസൺ ബെക്കർക്ക് സ്ക്വാഡിൽ ഇടമുണ്ടായിരുന്നില്ല. അപ്പോൾ ആലിസണും അതുപോലെ എഡേഴ്സണും ഇല്ല. ഗോൾ കീപ്പിങ്ങിൽ ബെൻഡോയും ലിയോ ജാഡിമും റഫേലുമാണുള്ളത്. ഇനി വിങ് ബാക്കുമാരായിട്ട് യുവൻറ്റസിൻ്റെ ഡാനിലോ, ജിറോണയുടെ യാൻകൂട്ടോ, ഫ്ലമിംഗോയുടെ അയേട്ടൻ ലൂക്കാസ്, പോർട്ടോയുടെ വെൻഡൽ. ഡിഫൻഡർമാർ, സെൻറ്റർ ബാക്കുമാർ നോക്കുക. PSG ബെറാൾഡോ, യുവൻറ്റസിൻ്റെ ബ്രെമർ ഇപ്പോൾ ടീമിലേക്ക് വരുന്നു. ഫ്ലമിംഗോയുടെ ഫെബ്രീസിയോ ബ്രൂണോ, പാൽമിറാസിൻ്റെ മുറിലോ എന്നിവരാണ് സെൻറ്റർ ബാക്കുമാരായിട്ടുള്ളത്. മിഡ്ഫീൽഡിൽ ഫ്ലുമിനൻസിൻ്റെ ആന്ദ്രേ, അതുപോലെ തന്നെ ഫുൾഹാമിൻ്റെ ആൻഡ്രസ് പെരീര, വോൾസിൻ്റെ ജാവോ ഗോമസ്, ന്യൂക്യാസിലിൻ്റെ ബ്രൂണോ ഗുയിമറസ്, ആസ്റ്റൺ വില്ലയുടെ ഡഗ്ലസ് ലൂയിസ്, വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്വറ്റ, സാവോ പോളോയുടെ പാബ്ലോ മയ. ഇപ്പം മിഡ്ഫീൽഡിലേക്ക് നേരത്തെ കാസമിറോയെ ഉൾപ്പെടുത്തിയിരുന്നു, പക്ഷേ അദ്ദേഹത്തെയും പരിക്ക് കാരണം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ പാൽമിറാസിൻ്റെ എൻട്രിക്ക്, റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ, പോർട്ടോയുടെ പെപ്പെ, അതുപോലെ തന്നെ പോർട്ടോയുടെ തന്നെ ഗലേനോ, FC ബാഴ്സലോണയുടെ റാഫീഞ്ഞ, ടോട്ടനാമിൻ്റെ റിച്ചാലിസൺ, ജിറോണയുടെ സാവിഞ്ഞോ, റയൽ മാഡ്രിഡിൻ്റെ വിനീഷ്യസ് ജൂനിയർ. ഇതാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ സ്ക്വാഡ്. നിരവധി മാറ്റങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് 1 ബ്രസീൽ ടീം പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ നിന്ന് നിരവധി മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.